മാനനഷ്ട കേസ്, ഡിഫേമേഷൻ, മാനനഷ്ടം എന്ന് പറയുന്നത് അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് ഞാനൊരു ഒരു ഒരു ഉദാഹരണത്തിനൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും കുറിച്ച് ഈ ട്രോൾ എന്നൊക്കെ പറയുന്നില്ലേ, ട്രോള് ഒരു വിധത്തിൽ വേണമെങ്കിൽ മാനനഷ്ടം തന്നെയാണ്. പക്ഷെ ആരും അതിനുവേണ്ടി മെനക്കെടാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്, കളിയാക്കുക ഒരു പരിധിവരെ ഓക്കെ. അതിനുശേഷം ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഭയങ്കരമായിട്ട് അവഹേളിക്കുക എന്നുള്ളത് പിന്നെ ഡിഫമേഷനിൽ വരും, മാനനഷ്ടം കേസ് ഫയൽ ചെയ്യാനുള്ള. ഉദാഹരണത്തിന് ആരെങ്കിലും, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയണം, ഒരു വീഡിയോ ഇടുകയാണ്. വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് ഓൺ ആണെന്നുണ്ടെങ്കിൽ, പലരും കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട്, കാരണം അത് ഇതുകൊണ്ടാണ്. കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ അവർ ഓരോരുത്തർക്കും കമൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. അതവർക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 19A ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയും. അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നാളെ ഒരു കേസിൽ വാദിയും ആവാൻ പാടില്ല, പ്രതിയും ആവാൻ പാടില്ല. ഇത് മനസ്സിലായി? അതായത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു വീഡിയോ കാണുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്? കേൾക്കുന്നവർക്ക് ഒരു 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 ആ ലീഗൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിന് പിന്നിൽ വേറൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു വീഡിയോ ചെയ്യുന്നു, ഒരാളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയുടെ താഴെ ഈ പ്രേക്ഷകർ എന്ന് പറയുന്ന വ്യക്തികൾക്ക് കമൻറ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 19A. എന്താണ്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അതാണ് പത്രമാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. ആരെക്കുറിച്ച് വേണം പത്രത്തിൽ എഴുതാം. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അത് കേസ് വാദിക്കാവും, നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിൽ കൂടെ നിങ്ങൾ അസഭ്യം, അൺപാർലമെന്ററി വേർഡ് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ അനാവശ്യം പറയുക, തെറി പറയുക, ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കളിയാക്കി പറയുക. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയിലെ സ്റ്റാറ്റസ് അനുസരിച്ച് അദ്ദേഹം വേണമെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ സൈബർ ആക്ട് നിങ്ങൾ എവിടെ നിന്ന് എങ്ങനെ ഒളിച്ചിരുന്നാലും കണ്ടെത്താൻ പോലീസുകാരും എടുക്കലാണ്. സൈബർ ലോ അനുസരിച്ചും ഇപ്പോൾ എല്ലാം ചെറുപ്പക്കാർ പിള്ളേരാണ്. എല്ലാം ഭയങ്കര, എനിക്ക് വളരെ ബഹുമാനം തോന്നിയിട്ടുണ്ട് സൈബർ ലോ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരോട്. കാരണം അവർ അത്ര മോസ്റ്റ് മോഡേൺ ആണ്, അവരുടെ നോളജ് അപ്ഡേറ്റ്. അവരിത് കണ്ടെത്തി കേസ് ഫയൽ ചെയ്യാണ്. ഈ സോഷ്യൽ മീഡിയ ആർക്കെതിരെയാണോ നിങ്ങളിങ്ങനെ അവഹേളനം സോഷ്യൽ മീഡിയയിൽ കൂടെ നടത്തിയത്, ഫേസ്ബുക്ക് ആവാം, യൂട്യൂബ് ആവാം, ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാഗ്രാം എന്ത് വേണോ ആവാം, അതിന് എവിഡൻസ് ആദ്യം ഈ ആർക്കെതിരെയാണോ നിങ്ങൾ ആരാണോ ഇതിനെ വ്യക്തിമാവുന്നത് അവരിതിൻ്റെ എന്ത് ചെയ്യണം? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്ന പണം കൊടുത്തയക്കണം. അത് സൂക്ഷിച്ച് ആരെയും സോഷ്യൽ മീഡിയയിൽ കൂടി അവഹേളിക്കരുത്. അത് വലിയ ഡേഞ്ചറസ് ആണ്. 10 കൊല്ലം കോടതി കയറി ഇറങ്ങിയിടയ്ക്ക് ഉദാഹരണം, ഇപ്പം പിന്നെ ഈ സമീപകാലത്തൊരു കേസുണ്ടായി. അവസാനം അയാൾ പറയാൻ ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാണ്, തെറ്റുപറ്റി, ഞാൻ പെട്ടെന്ന് കണ്ടെത്തി. എൻ്റെ ക്ലയൻറ്റിൻ്റെ കേസാണ് പറയുന്നത്. ആളാരാണ് ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ അദ്ദേഹം അവസാനം മാപ്പ് പറയുകയാണ്, അറിയാണ്ട് പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ വെറുതെ വിടുകയാണ്. കാരണം ഇതെല്ലാം കൊണ്ട് നമ്മളിപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരാൾ സറണ്ടർ ആയി കഴിഞ്ഞാൽ, ഇപ്പം നിനക്ക് താനേക്ക് ചെയ്യാൻ പറ്റണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചിലർ വെല്ലുവിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ കോടതി കയറ്റി ഇറക്കിക്കോളണം. കാരണം ഇവ എല്ലാവരോടും വച്ച് നടത്തും. എല്ലാവരോടും വളരെയധികം മാന്യമായിട്ട് പെരുമാറിക്കോളണം. കാരണം ഭയങ്കര എല്ലാ സ്ഥലത്തും ക്യാമറകളാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നത്, നിങ്ങൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് എല്ലാവരോടും പെരുമാറണം. അപരിചിതമായ ആളുകളുമായിട്ട് സംസാരിക്കാൻ പോകരുത്. ഇനി അഥവാ സംസാരിക്കും, ട്രെയിനിൽ എല്ലായിടത്തും ക്യാമറയാണ്, എല്ലാവരോടും കയ്യിലും ക്യാമറയാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തിരിച്ചു വന്ന് വീടെത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവരോടും വളരെ മാന്യമായിട്ട് സംസാരിക്കാൻ അതൊരു കൾച്ചറാക്കി എടുക്കുക. ക്യാമറ ഇരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയൊന്നല്ല, എല്ലാവരോടും വളരെ നന്നായി പെരുമാറുക. വീട്ടിൽ ധൈര്യമായി തിരിച്ചെത്തുന്നു, വീട്ടിൽ വാക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വീഡിയോ കൂടെ പറയാനായിട്ട് ഒരു പരിമിതിയുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരോടും ഒരു പബ്ലിക് പ്ലേസിൽ വളരെയധികം നീറ്റായിട്ട് പെരുമാറിക്കൊള്ളുക. അല്ലെന്നുണ്ടെങ്കിൽ കോടതിയും കേസും പോലീസ് സ്റ്റേഷനുമായിട്ട് കയറി ഇറങ്ങേണ്ടി വരും. സംശയം വേണ്ട. നന്ദി, നമസ്കാരം.